റൊമാൻറ്റിക് കോമഡി ഫിലിമാണ്. ഇന്നത്തെ യൂത്തിന് പറ്റിയ ഫിലിമാണ്. ഇടയ്ക്ക് കോമഡി കുറച്ച് വെളുപ്പമാണ്. തണ്ണീർമത്തൻ മോഡലാണ്. മമ്മിയുടെ അടുത്തുണ്ട്, നസ്ലിൻ നനേജിലുണ്ട്, മാത്യൂസ് കുറച്ച് ചെയ്തതാണ്. എല്ലാം കൊണ്ടും ഫിലിമാണ്. നല്ലൊരു എന്റർടൈനറാണ്. അടിപൊളി അടിപൊളിയാണ്. എല്ലാം കോമഡി, ചിരിക്ക, ലവ്, ഫ്രണ്ട്ഷിപ്പ് എല്ലാ സാധനവും കൊണ്ട് തകർപ്പം മൂവി. എല്ലാ ആൾക്കാരും മന്തിയും ആരോ ഓരോ പടന്ന് മാത്രം പറയാൻ പറ്റില്ല, കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും ഒന്നിനൊന്നും വെച്ചോ. എല്ലാരും അടിപൊളിയായിട്ട് അഭിനയിച്ചു. നല്ല പടം. ഗിരീഷിന്റെ പഴയ പടം പോലെ തന്നെ, രണ്ട് പടങ്ങളും പോലെ തന്നെ അടിപൊളി, നല്ല എന്റർടൈനർ. ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കാറുണ്ട്. എല്ലാവരും നന്നായിട്ട് ഉണ്ട് കേട്ടോ. നസ്ലിലും എല്ലാവരും നല്ല അടിപൊളി ഉഗ്രം പടം. നല്ല കോമഡി, നല്ല വർക്കൗട്ട്, നല്ല കോമഡി. നല്ല കോമഡിയാണ്, സ്റ്റാൻഡേർഡ് കോമഡി. നല്ല ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്തു, നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല ഫിലിം, ഇത്ര നല്ല ഫിലിം അടുത്ത നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത് അല്ലേ? ചിരിയൊക്കെ ഉണ്ടായിരുന്നു, ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അവസാനമായപ്പം നല്ല ഇമോഷണലി കുറച്ച് എഫക്റ്റ് ആയി ആൾക്കാരൊക്കെ. ലക്ഷണങ്ങൾ കണ്ടിട്ട് പോസിറ്റീവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു, കോമഡിയൊക്കെ വർക്കൗട്ടായിരുന്നു. ചിരിക്കാൻ കുറെ ഉണ്ട്, എല്ലാവർക്കും കാണാം. പെട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. തിയേറ്ററിൽ ഹാപ്പിയാണ്. പ്രഷറോട് കൂടി കാണുമ്പോൾ രസമുണ്ട്. അത് വേറെ ഫീലാണ്. നമ്മളിത്ര കണ്ട ഫീലല്ല തണ്ണീർമത്തൻ സൂപ്പർ ചെയ്യുന്നൊരു പടമാണല്ലോ. ശരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഞാൻ കേട്ടായിരുന്നു. ഇതിനു മുമ്പ് ഇത് രണ്ട് പടങ്ങളെക്കാൾ ഏറ്റവും മികച്ചൊരു ഇതാണെന്ന് എല്ലാവരും പ്രഷർ പറഞ്ഞത്. കോമഡിയിലായാലും ശരി, പെർഫോമൻസ് ആയാലും ശരി, ആ ഒരു ഫീല് പ്രഷറിന് കിട്ടി. അത് എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. നമ്മളത്തെ രണ്ട് പടങ്ങളെക്കാളും പ്രൊഡക്ഷൻ ബേസിൽ മെച്ചപ്പെട്ട ഒരു പടമായിട്ടാണ്, കുറച്ചും കൂടി പാക്കഡ് ആയിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ട്. അത് പ്രേക്ഷകർക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അത് പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമൊക്കെ ആവണമെന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ ആയാൽ വളരെ നല്ലൊരു സന്തോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളല്ലേ പറയുന്നത്, നിങ്ങൾ ഓൾറെഡി ഇഷ്ടപ്പെട്ട സിനിമയാണ്. പ്രഷർ പറയുന്നത് നല്ലൊരു കോംബോയാണ്. തണ്ണീർമത്തനും പ്രശ്നത്തിന് ശേഷം കണ്ട ഫീൽ ഗുഡ് ഫിലിം ഇത് കിട്ടിയായിരുന്നു. തിയേറ്ററിലും ആ ഫീൽ ചിരിയും നല്ല മൊമെന്റ്സും ഉള്ള സിനിമയാണ്. എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ പരമാവധി വന്ന് കാണാം. ഇനി ഹൈദരാബാദിലോട്ട് യാത്ര കാണാം അതിനുശേഷം ശരി. അപ്പൊ എല്ലാവരോടും താങ്ക് യു. ഭയങ്കരമായിരുന്നു. നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഒളിച്ചിരി കൂടെ തന്നെയാണ് കണ്ടത്. ഫയൽ കണ്ടപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നല്ല മോശമായിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളും നല്ല സീൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി. എല്ലാവരും തീർച്ചയായിട്ടും പറയണം. വീണ്ടും കണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളാണ് നാട്ടിൽ എങ്ങനെയുണ്ടായിരുന്നു? മുന്നിലുള്ള വേഷമാണ്. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി. ചിരിച്ചു ഒരുപാട് ചിരിച്ചു. ഇപ്പോഴാണോ പണം ഫുള്ളായിട്ട് കാണുന്നത്? ഞാൻ ഡബിന്റെ സമയത്ത് കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. എൻജോയ് ചെയ്തു. ഞാൻ എന്താ പറയുക, സാധാരണ ഒരു സിനിമ കാണുന്ന പോലെ തന്നെയാണ് കണ്ടത്. ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങളെല്ലാവരും ഇല്ല, ഞങ്ങൾ ഫ്രണ്ട്സാണല്ലോ. അപ്പൊ എല്ലാവരും എനിക്ക് മെയിൻ ക്യാരക്ടേഴ്സ്, നമ്മുടെ 4 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അവർ തന്നെയാണ് ഏറ്റവും അയ്യോ അങ്ങനെ ചോദിച്ചാൽ 3 ടൈപ്പ് ഓഫ് മൂവീസ് അല്ലേ. ഒരെണ്ണം സ്കൂള്, ഒരെണ്ണം കോളേജ്, ഒരെണ്ണം ഇപ്പോൾ ജോലി സമയത്തുള്ളതാണ്. അപ്പോൾ 3 സമയത്തുള്ള സിനിമകളാണ്. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല സിനിമയാണ്. പിന്നെ റോംകോമാണ്, തമാശൻ്റെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ലാസ്റ്റ് ശ്യാമേട്ടൻ വന്ന് തകർന്നു. ശ്യാമേട്ടൻ അത്രയും തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ആർക്കറിയാം. ശ്യാമേട്ടൻ അതിനകത്ത് അങ്ങനെ പെർഫോം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പെർഫോമൻസ് ബേസ് ആകുന്നുണ്ട്.
ചെയ്യില്ല.